ഹലോ ഓൾ, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഹനൂന. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോ നെയിം സ്ലിപ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ ടെംപ്ലേറ്റ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ആയിരുന്നു. അതിനെനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയുന്നു. അതോടൊപ്പം തന്നെ അതിൽ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടുള്ളൊരു സെഷനാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇനി ആ ഒരു വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളിത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡൗട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു A3 ഷീറ്റിൽ നമുക്ക് എത്ര നെയിം സ്ലിപ്പ് വരെ സെറ്റ് ചെയ്യാൻ പറ്റും, ഇത് പ്രിൻ്റ് എടുക്കുമ്പോൾ ക്ലാരിറ്റി കുറയുന്നത് എന്തുകൊണ്ടാണ്, അതുപോലെ ഒരു A4 ഷീറ്റിൽ നമുക്ക് എത്ര നെയിം സ്ലിപ്സ് സെറ്റ് ചെയ്യാൻ പറ്റും, ഇതിനെത്രയാണ് ചാർജ് വരുന്നത്, ഇതിലെങ്ങനെയാണ് എഫക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നത്, ഇതിൻ്റെ ലൈൻസ് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രിൻ്റബിൾ ഷീറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നുള്ളതാണ്. അത് ഒരു A4 ആയിക്കോട്ടെ, ഒരു A3 ആയിക്കോട്ടെ, ഒരു ഷീറ്റിൽ എത്ര നെയിം സ്ലിപ്സ് വരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോർമലി ഞാൻ സെറ്റ് ചെയ്യാറുള്ളത് A3 ഷീറ്റിലാണ്. അപ്പോൾ നമ്മൾ A3 എടുക്കുകയാണെങ്കിലും A4 എടുക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് A3 ഷീറ്റിൻ്റെ സൈസ് എത്രയാണ് വരുന്നത്, അതുപോലെ ഒരു A4 ഷീറ്റിൻ്റെ സൈസ് എത്രയാണ് വരുന്നത് എന്നുള്ളതാണ്. ഒരു A3 ഷീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 29.7 × 42 സെൻറ്റിമീറ്ററും, അതുപോലെ ഒരു A4 ഷീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 21 × 29.7 സെൻറ്റിമീറ്ററുമാണ്. നോർമലി നമുക്ക് വേണ്ട ഒരു നെയിം സ്ലിപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7 × 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം നമ്മുടെ ഷീറ്റ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു A3യിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 റോസും 8 കോളംസുമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 32 നെയിം സ്ലിപ്സ് വരെ ഒരു സിംഗിൾ A3 ഷീറ്റിൽ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ പ്രിൻറ്റിങ് ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നോക്കാം. ലേസർ പ്രിൻ്റ് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു പ്രിൻ്റ് ഷോപ്പിൽ പോയാലും നമുക്ക് അവർ സ്റ്റിക്കർ പ്രിൻ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നോർമലി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഷീറ്റ് അവർക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ ഡോക്യുമെൻ്റ് ആയിട്ട് വേണം സെൻഡ് ചെയ്ത് കൊടുക്കാൻ. അതാണ് നമ്മൾ ക്ലാരിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്നാമത്തെ കാര്യം ലേസർ പ്രിൻ്റ് വേണം എടുക്കാൻ. രണ്ടാമത്തെ കാര്യം ഇത് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡോക്യുമെൻ്റ് ആയിട്ട് വേണം സെൻഡ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ ഇത് പ്രിൻ്റ് ചെയ്ത് വന്നാലും ഇതിൻ്റെ ക്ലാരിറ്റി നമുക്ക് നഷ്ടമാവില്ല. ഇപ്പോൾ ഞാൻ പ്രിൻ്റ് ചെയ്ത ഷീറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 32 നെയിം സ്ലിപ്സ് ആണുള്ളത്. അത് ലേസർ പ്രിൻ്റാണ്, സ്റ്റിക്കർ പ്രിൻ്റാണ് ചെയ്തത്. നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾ ഓരോ നെയിം സ്ലിപ്സും കട്ട് ചെയ്തിട്ട് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ഇതിന് പ്രിൻ്റബിൾ ചാർജ് വരുന്നത് 60 റുപ്പീസാണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ആ ഒരു ഷോപ്പിൽ ചാർജ് വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് വരിക. 50 വരുന്നതുണ്ട്, 60 വരുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ ഷോപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. അത് നമുക്ക് പറയാൻ കഴിയില്ല കറക്റ്റായിട്ട്. ഇനി ലെയർ ഓവർലാപ്പിങ്ങും ലൈൻ അറേഞ്ച്മെൻറ്റും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം എങ്ങനെയാണ് ലൈൻസ് അറേഞ്ച് ചെയ്യാനുള്ളത് നോക്കാം. ലൈൻസ് നമുക്ക് 2 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിൽ ഒരു വേ എന്ന് പറയുന്നത് നമ്മൾ എലമെൻറ്റ്സിൽ പോയിട്ട് ലൈൻസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഷേപ്പിൽ ഒരുപാട് മെത്തേഡ്സിലുള്ള ലൈൻസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് വേണ്ടത് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ലൈനാണ് എടുക്കുന്നത്. ഇത് എടുത്ത് കഴിഞ്ഞ് നമ്മുടെ നെയിമിൻ്റെ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഡോട്ട് കാണുന്നുണ്ട്. ഈ 2 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈന് എത്രയാണോ വേണ്ടത് ആ ഒരു ലെങ്തിക്ക് മാറ്റാൻ പറ്റും. ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വരും. അത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് അതിൻ്റെ സൈസ് കുറച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ജസ്റ്റ് സെറ്റ് ചെയ്ത് കണ്ട് വെക്കാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് ഒരു മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് അതാണ് ഒന്നുകൂടെ ഈസി മെത്തേഡ്. നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ടൂൾ തന്നെ എടുത്തിട്ട് അതിൽ നമ്മൾ ജസ്റ്റ് കുറേ അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുക. അണ്ടർസ്കോർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വരും. അതിൽ നമുക്ക് വേണ്ടാത്തത് ജസ്റ്റ് നമ്മുടെ സൈസ് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇറേസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതല്ല വേണ്ട മെത്തേഡ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ഫുൾ സ്റ്റോപ്സ് ഒരുപാട് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ലൈൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് മോഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഡോട്ട് മോഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ
സൈസ് എങ്ങനെയാണോ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലെയേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എലമെൻറ്റ്സ് എടുക്കുക, ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിവിടെ സ്ക്രീനിൽ വരും. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ലെയർ നമ്മുടെ സ്ക്രീനിൽ ഏറ്റവും അടിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് പൊസിഷൻ എടുത്ത് ടു ബാക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ലെയർ ഏറ്റവും ബാക്കിലോട്ട് പോകും. എന്നിട്ട് അത് നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ സൈസിൽ നമ്മൾ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ക്രോപ്പ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് വരിക. ഇത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ നെയിം സ്ലിപ്പിന് ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും ട്രാൻസ്പെറൻസി പോയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. അങ്ങനെ കുറച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ ലെയേഴ്സ് എങ്ങനെ ഓവർലാപ്പ് ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു ലെയർ സെലക്ട് ചെയ്യാം. ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ലെയേഴ്സ് ഓപ്ഷനിൽ പോയിട്ട് സെലക്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓരോ ലെയറും നമ്മളിങ്ങനെ സെലക്ട് ചെയ്യണം. ഇങ്ങനെ ഓരോ ലെയർ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം സെലക്ട് ആയിട്ടില്ല എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ അത് പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തത് എല്ലാം ഓവർലാപ്പായിട്ടുണ്ടാവും. അങ്ങനെ ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ലെയേഴ്സ് നമുക്ക് ഓവർലാപ്പായിട്ട് കിട്ടും. ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നെയിം സ്ലിപ്പിന് അടുത്തൊരു കോപ്പിയായിട്ട് ഇവിടെ വരും. ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്.